ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുവർണ. ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി ഒരു തൈ നടാം അഹിംസയുടെ തണലൊരുക്കാം എന്ന സ്കൂൾ കുട്ടികൾക്കായുള്ള ജനകീയ വൃക്ഷവൽക്കരണ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ കോട്ടയം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. അഹിംസയും പ്രകൃതി സംരക്ഷണവും കോർത്തിണക്കിക്കൊണ്ട് ജില്ലയിലെ പ്രകൃതിയെ ഹരിതാഭമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഹരിതകേരളം മിഷനും സാമൂഹിക വനവൽക്കരണ വകുപ്പും ചേർന്ന് പനക്കച്ചിറ, പെരുന്ന നഴ്സറികളിലായി വിതരണത്തിനായി തയ്യാറാക്കിയ 1.5 ലക്ഷം തൈകൾ സ്കൂൾ കുട്ടികൾ വഴി വീടുകളിൽ എത്തിച്ച് നട്ടു സംരക്ഷിക്കും. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമസഭ ജനുവരി 28 ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ നിർദ്ദേശങ്ങളും പുതിയ വിഷയങ്ങളും സഭ പരിഗണിച്ചു. ധനകാര്യം, കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പ്രാദേശിക സാമ്പത്തിക വികസനം, പൊതുമരാമത്ത്, കുടിവെള്ളം, വിദ്യാഭ്യാസം, സാമൂഹിക നീതി, പട്ടികജാതി വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ 19 ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ചർച്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോട്ടയം കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഡെമോൺസ്ട്രേഷൻ സെന്ററുകൾ പ്രവർത്തനമാരംഭിച്ചു. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. കൺട്രോൾ യൂണിറ്റ്, വോട്ടിംഗ് യൂണിറ്റ്, വിവിപാറ്റ് യന്ത്രം എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്തു നോക്കാനും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മാറ്റാനും ഇതിലൂടെ സാധിക്കും. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കോട്ടയം ജില്ലാ പഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിച്ച ജില്ലാ കേരളോത്സവത്തിൽ ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് ഓവറോൾ കിരീടം. 459 പോയിന്റാണ് ഇവർ സ്വന്തമാക്കിയത്. 231 പോയിന്റ് നേടിയ ളാലം ബ്ലോക്ക് പഞ്ചായത്ത് 2ാം സ്ഥാനവും 171 പോയിന്റ് നേടിയ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് 3ാം സ്ഥാനവും നേടി. 28 പോയിന്റുമായി ചങ്ങനാശ്ശേരി നഗരസഭയിലെ അനന്യ രാജീവ് കലാതിലകവും 30 പോയിന്റ് നേടിയ പാമ്പാടി ബ്ലോക്കിലെ മിഥുൻ കെ രാജു കലാപ്രതിഭയുമായി. കേരള ലോകായുക്ത ജില്ലയിൽ ഈ മാസം 12-ന് ക്യാമ്പ് സിറ്റിംഗ് നടത്തും. കോട്ടയം PWD റെസ്റ്റ് ഹൌസ് മിനി കോൺഫറൻസ് ഹാളിൽ രാവിലെ 10:30-ന് നടക്കുന്ന സിറ്റിംഗിന് ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ നേതൃത്വം നൽകും. കൊല്ലം ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ സുനിത വിമൽ ഈ മാസം 9, 16, 23 തീയതികളിൽ കോട്ടയം സിവിൽ സ്റ്റേഷൻ ബാർ അസോസിയേഷൻ ഹാളിൽ സിറ്റിംഗ് നടത്തും. തൊഴിൽ തർക്ക കേസുകൾ, എംപ്ലോയീസ് ഇൻഷുറൻസ് കേസുകൾ, എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകൾ എന്നിവ പരിഗണിക്കും. നാഗമ്പട മഹാദേവ ക്ഷേത്രത്തെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതായി മന്ത്രി VN വാസവൻ. ഇതിനായി 2 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയത് ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ്. എറണാകുളത്ത് നടന്ന കേരള ശാസ്ത്ര കോൺഗ്രസിൽ സയൻസ് എക്സ്പോ വിഭാഗത്തിൽ 2ാമത്തെ മികച്ച എക്സിബിഷൻ സ്റ്റാൾ അവാർഡ് നേടി പാമ്പാടി ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസസ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.